നമ്മുടെ കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കോലീബി സഖ്യം, അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ. അതെല്ലാം ആർക്കെങ്കിലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യമല്ലല്ലോ, എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ കാണേണ്ടത് ഞങ്ങളുടെ 215 സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് RSS. ആ അരുംകൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് RSS. അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ. ഈ 215-ൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് RSS ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ RSSനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ RSS ശാഖയ്ക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസിൻ്റെ പഴയ KPCC പ്രസിഡൻ്റല്ലേ ആ പറഞ്ഞത്. എന്താ അത് കാണിക്കുന്നത്? ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ RSSകാർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത്. ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി RSSുമായി ബന്ധപ്പെടുത്തി CPIMനെ ചിത്രീകരിക്കാം എന്ന് വെച്ചാൽ അതത്ര വേഗം അങ്ങ് ഏശുന്ന കാര്യമല്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ RSSുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് RSSുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. കാരണം അവർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കോൺഗ്രസിനെയോ UDF കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതാണ് അവരുടെ അടിസ്ഥാന നിലപാട്.